ഹലോ ഗൈസ്, നമ്മളിന്നത്തെ വീഡിയോ നമ്മളെന്നൊരു തമിഴ്നാട് സ്റ്റൈല് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അവിടെ കിട്ടില്ല ഭക്ഷണം, കിട്ടില്ല ഭക്ഷണം. അതായത് നല്ല മസാല ദോശ, ഊത്തപ്പം. നമ്മളെങ്ങനെ ഇടയ്ക്കൊക്കെ പോയി കഴിക്കാറുള്ളൂ അല്ലേ ഇങ്ങനെ സാധനങ്ങളൊക്കെ, പക്ഷെ എന്നിട്ട് തോന്നല്. അപ്പോൾ അവിടേക്ക് പോകണം നമ്മളപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പക്ഷെ ഒരു സംഭവം മറന്നുപോയി, വീട്ടിൽ നിന്ന് കാറിൻ്റെ കീ എടുക്കാൻ മറന്നുപോയി. അത് വേണ്ടി ഞങ്ങൾ മേലേക്ക് നടക്കണം. ഞാൻ ഒറ്റയ്ക്ക് ഇവരെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഞാൻ മേലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മോന് വാശി പിടിക്കും. പിന്നെ അവൻ ചിലപ്പോൾ ഇറങ്ങി ചിലപ്പോൾ റോട്ടിലൊക്കെ കൂടി ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് അങ്ങോട്ട് പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. എടാ ഞാൻ എടുക്കടാ, ഞാൻ തുറന്നു തരടാ. പറ്റില്ല അപ്പാ, ഞാൻ തുറന്നു തരാന്ന്. അമ്മ അടിയിൽ വെയിറ്റ് ചെയ്യണ. നമുക്ക് കാറിന്റെ കീ എടുക്കണ്ടേ? സിംബ ഞാൻ തുറന്നു തരടാ. സിംബയ്ക്ക് പറ്റണില്ലത്. സമയങ്ങളല്ലേ ഒരു തിരികെ അവിടെ കിട്ടാ. അവിടെ നമ്മൾ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എനിക്കൊരു മെസ്സേജ് എന്ന് തുറന്നേക്കപ്പോൾ എൻ്റെ ഒരു വീഡിയോ നമ്മൾ അറിയുന്ന ഒരു ഫ്രണ്ട് ടി വിയിൽ കണ്ടൊരു വീഡിയോ, അതും എൻ്റെ യൂട്യൂബ് ചാനലിൽ. അപ്പൊ എനിക്ക് കുറച്ചും കൂടി എനർജി ആയി. അപ്പം ഒന്നുകൂടി ഉണ്ടാവും കയറാൻ വയ്യ. വണ്ടിന് കീയോടെ അയ്യോ പരിപ്പളക്കി തീർന്നു കഥം. അതിലോക്ക തുറക്ക്. മതി ഇതാ അതല്ല. കേടായി കേറി വണ്ടി കേറി കേറടാ. ദിവസം എടുത്തേ അവനെടുത്തേ പിടിച്ചേടിക്കോ. ഞങ്ങളിപ്പോൾ ഉള്ളതേ അൽക്കോബാറിലുള്ള മദീന റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ ഫാമിലി ആയിട്ടും വരാൻ പറ്റിയ സ്ഥലമാണ്, ബാച്ചിലേഴ്സിനും വരാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഹോട്ടലിൽ നടത്തുന്നത് ഒരു തമിഴ്നാട് ടീമാണ്. ഫുഡും ആ ഒരു തമിഴ്നാട് ടച്ചുള്ള വീട്ടിലെ ഫുഡ് നിറയെ രക്ഷയില്ല. മസാല ദോശയൊക്കെ ഉണ്ടല്ലോ, വേറെ വലിയ സാധനം. മസാല ദോശ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പറഞ്ഞിട്ട് ഓണിയൻ ഊത്തപ്പം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് വന്നിട്ട് അടുത്ത് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഭയങ്കര രസമാണ്. അതായത് നമ്മളെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഉള്ള സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഇല്ലേ, കുട്ടികളുടെ ഫോട്ടോസ്, മൃഗങ്ങളുടെ ഫോട്ടോസ്. ഇപ്പൊ ചെറിയ പിള്ളേരൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കര എന്താ പറയുക എക്സൈറ്റഡ് ആയിരിക്കും ഇത് കാണുമ്പോൾ. ABCD വേറൊരു വൈബാണ് ഇവിടെ. ഇവിടുത്തെ വെജിറ്റേറിയൻ ഫുഡിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. നോൺ വെജ് എനിക്ക് വലിയ ഇവിടത്തില്ല, പക്ഷെ മസാല ദോശ കിട്ടില്ല സാധനമാണ്. മസാല ദോശ, ഊത്തപ്പം, ഇടിയപ്പം, വട ഒക്കെ ഉണ്ട്. രാവിലെ 9 മണിയാകുമ്പോഴേക്കും കൊടുത്ത വട കഴിയും. അത്രയും ഡിമാൻഡാണ് ഇവിടെ. നമ്മൾ ഊത്തപ്പം പറഞ്ഞിട്ടുണ്ട്, മസാല ദോശ പറഞ്ഞിട്ടുണ്ട്. ഇവൻ ടെററായി തുടങ്ങിയിട്ടുണ്ട്. ഉറക്കം വരുന്നതുകൊണ്ടല്ലേ. മസാല ദോശ കിട്ടില്ല സാധനം കേട്ടോ. കഴിച്ചു. എനിക്ക് മസാല ദോശ അല്ലേ വേണ്ടേ, ഞാൻ ഊത്തപ്പം പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ട് സൈഡിൽ നിന്ന് മടക്കിക്കോ. നമ്മൾ ഊത്തപ്പം വരുന്നുണ്ട് കേട്ടോ. കോഫി തരൂ, 2 കോഫി, ഷുഗർ കുറവ് കേട്ടോ. ഇവിടുത്തെ കോഫി ഭയങ്കര ഫേമസ് കോഫി കേട്ടോ. നമ്മുടെ ഈ ദമാം കോബാർ ഏരിയയിലുള്ള ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നാട്ടിലുള്ളവർക്കൊന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ നാട്ടിലുള്ളവർ ട്രൈ ചെയ്യണമെന്ന് അറിയാത്തേട്ടാ. അവർക്ക് എന്തായാലും ഇവിടെ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. ഈ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്ക് മാത്രമുള്ളതാണ്. ഊത്തപ്പം നോക്കിയാ വെണ്ണ പോലത്തെ ഊത്തപ്പെട്ടോ, വെണ്ണ വെച്ചിട്ടുണ്ടാക്കിയല്ല. ചട്നിയിൽ 5 കളിയാണ്. ചോന ചട്നി, പച്ച ചട്നി, കള്ള ചട്നി, സാമ്പാർ. മതി. ഇത് പോകേന സാധനം കേട്ടോ, ശ്രദ്ധിച്ചു വെച്ചോ മോനെ. ഊത്തപ്പം വെച്ചോട്ടെ. ചോദിക്കേണ്ട ആവശ്യമില്ല, കിട്ടില്ല. ഫേമസ് തമിഴ്നാട് കോഫി, ഫിൽറ്റർ കോഫി കേട്ടോ. കിട്ടില്ല സാധനം, ഒരു രക്ഷയില്ല മോനെ.
ദിവസം ടേസ്റ്റ് ചെയ്തൊക്കെ കോഫി കുടിച്ചോക്ക്. എപ്പടി ഇറക്ക തമ്പി തലാട്ടിയ പോലെ എങ്ങനെയെന്ന് പറയും. നിങ്ങൾ അതിന്റെ ഇടയില് കേസരി എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടു തന്നു ആ ചേട്ടൻ. നല്ലതാണ്, ട്രൈ ചെയ്തൊക്കെ പറഞ്ഞു. കിട്ടില്ല സാധനം, നല്ല മധുരണ്ട് അല്ലേ? നമുക്ക് മടുപ്പ് വരില്ല. പക്ഷെ റവയിൽ എന്താ ഇൻഗ്രീഡിയന്റ്? അതിലെന്താ ഇൻഗ്രീഡിയന്റ് ഇതില്? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ എനിക്കിത് കഴിച്ചിട്ട് പോരാണ ഇപ്പൊ ഒരു സെറ്റ് കിട്ടില്ലേ കൂടി പറഞ്ഞില്ലേ? എന്താ പകുതി ഞാൻ കഴിക്കും, പകുതി ദിവസം കഴിക്കും. സിമ്പായിക്കുള്ള അവന് കണ്ണ കടഞ്ഞോണേക്ക് ഉറക്കം വന്നിട്ട് 5 മിനിറ്റ് എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഞങ്ങള് മസാല ദോശ വീട്ടിലെന്നാണ് രക്ഷയില്ല. കഴിച്ച മസാല ദോശ ഇതാണ് ഷോപ്പിട്ടാ, മദീന റെസ്റ്റോറൻറ്റ്. ഓക്കെ, നമ്മൾ ഭക്ഷണം കഴിച്ചു. മോനുറക്കം വന്നു തുടങ്ങി, അച്ഛനുറക്കം വന്നു തുടങ്ങി. ഭയങ്കര തമാശത്തനാണ് ഉറങ്ങിയിരുന്ന ആളവിടെ. ഫുഡ് കഴിക്കാൻ ഉറങ്ങിയിരുന്ന ആളാ. മിഠായി കിട്ടിയപ്പോ ഭയങ്കര മിഠായി കൊതിയാ. അതൊന്ന് കപ്പലിന്റെ മിഠായി എടുത്ത് പറ്റിച്ചു. പണ്ട് ഞാൻ ഇന്നെ സിംബ ചെറുതായിരിക്കും ഇങ്ങനെ പാട്ട് പാടിത്തെന്ന് ഓർമ്മണ്ട. അമ്പിളിയമ്മ അപ്പന്തായോ അപ്പത്തിലുപ്പില്ല ഉപ്പിട്ട് കൊണ്ടായോ ആ പാട്ട് പാടിത്തെന്ന് ഓർമ്മണ്ട. സിംബ ചെറുതായിരിക്കുമ്പോഴേ, കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോഴേ, പൊങ്ങാണ്ട് കരയുമ്പോഴേ ഓർമ്മണ്ട. നക്ഷത്രവിടെ അവിടെ ഉണ്ടല്ലേ. വണ്ടിയോടെ നമ്മളെ വണ്ടിയോടെ നമ്മളെ വണ്ടിയോടെ ആ കേറിക്കോ. ഞങ്ങളേ ഇവിടെ ഭക്ഷണം കഴിച്ച് വീട്ടിൽ പോണ സമയത്ത് മോൻ പറഞ്ഞു നമുക്കൊരു കോർണിഷിലൊന്ന് കയറാം, പാർക്കിൽ പോവാന്ന്. അപ്പൊ ആശാന്റെ ഇവിടെ നല്ല രസമായിട്ടാ. നമ്മളെ വൈകിട്ട് ഈ സമയത്തൊക്കെ നമ്മള് കോർണിഷില് പിള്ളേർക്കായാലും വലിയ ആൾക്കാർക്കായാലും നല്ല പീസ്ഫുൾ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. പിള്ളേർക്കൊക്കെ എന്റർടൈൻമെന്റിന് വേണ്ടി ചെറിയ പാർക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട്. സിംബ സിംബ ഇവിടെ 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 ആ ഒരു വെറൈറ്റി സാധനത്തിൽ കയറിണ്ട്. ഇതെന്താ എന്തിനാ പറയാ? സീസറാ? സീസർ എന്ന് പറയാൻ മദ്യല്ലേ ഇത്? മറ്റേ അല്ലല്ല ഇത് എനിക്ക് സൗണ്ട് മറ്റേ ബ്രഹ്മയുഗത്തിലത്തെ ബീജിയം പോലെ. ആ ആട്ടി 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 ബ്രഹ്മയുഗത്തിന്റെ ബീജിയം പോലെ ഇതൊക്കെ. ഉറക്കം വന്നിട്ടാണെങ്കിൽ വളരെ 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 ദയനീയ അവസ്ഥയിലാണ് ഞങ്ങളിപ്പോ. മോനെ ഐസ്ക്രീം വേണമെന്ന് പറയുമ്പോഴേ ചെറിയ കടയിൽ വന്നത്, കടയിൽ പത്താളെ പറയാം. അവിടെ വന്നിട്ട് ഐസ്ക്രീം വാങ്ങുന്നത് മാംഗോ ബാർ ഐസ്ക്രീം വാങ്ങിച്ചു. നേരെ ഇനി റൂമിൽ വന്നു, ഫ്രഷ് വന്നു, ചേട്ടൻ പറഞ്ഞു
അപ്പൊ ഗൈസ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതെ എല്ലാവർക്കും ബൈ ബൈ. ഗൈസ് നമ്മൾ ഇന്നലത്തെ വീഡിയോ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുറച്ചുകൂടി ലെങ്ത് ആക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ കൂടി എടുക്കാൻ വിചാരിച്ചു. അപ്പൊ ഇന്ന് നമ്മള് ഒരു ചെറിയൊരു ഫിഷ് മാർക്കറ്റ് ഉണ്ട് അവിടെ. അപ്പൊ അവിടെ പോയിട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള ഫിഷ് പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോണ്. അപ്പൊ ഇതിൽ അവിടുത്തെ വിശേഷങ്ങളായിരിക്കും. നമ്മുടെ ഫിഷ് മാർക്കറ്റ് ഇതാട്ടോ, അൽക്കോബാറിലാണ് സ്ഥലം. ഫിഷ് മാർക്കറ്റ് അല്ല, ഫിഷിന്റെ ഒരു ചെറിയ ഷോപ്പാണ്. പക്ഷെ നമ്മളിത് മാർക്കറ്റിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. അടിപൊളി ഫിഷ് ഉണ്ട്, അതിന് ഇവിടെ നിന്ന് വാങ്ങാം. ക്രാബ് അല്ലേ എനിക്ക് വേണ്ടതേടാ? ക്രാബ് എങ്ങനെയാ നമ്മള് ഫിഷ് മാർക്കറ്റ്? അടിപൊളിയല്ലേ? ഞങ്ങള് മോനൊരു ബൈക്ക് സ്കൂട്ടർ വാങ്ങാൻ വേണ്ടി വന്നത്. മറ്റേ പിള്ളേർക്ക് എന്നിട്ട് തള്ളിയിട്ട് ഇങ്ങനെ ഓടിക്കുന്ന മറ്റേ ബൈക്കില്ലേ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാധനം. അവന് കുറെ ദിവസം ഇത് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലുലുവിൽ ഈ സാധനം ഓഫർ ഇട്ടുണ്ട്. ഓഫർ ഉണ്ട് ഇതിന് ഒരു 79 ഓ उसको पहले कितना 119? യെസ് ഓക്കെ. ഇത് ഓക്കെ അല്ലേ? ഇത് ഞാൻ ഹിന്ദി നിങ്ങളോട് പറയും, നിങ്ങൾക്ക് വല്ല ഹിന്ദി അറിയൂ. സിംബ അതിരിക്കല്ലേ? ഇത് വാങ്ങട്ടെ? ഇതൊക്കെ അല്ലേ? ബ്ലൂ കളർ വാങ്ങിക്കട്ടെ ചേ? ഏത് കളർ വേണ്ടേ? അത് വേണല്ലോ, എടുത്തോ, കുഴപ്പമില്ല. ഇത് വേണല്ലോ, എനിക്ക് കറി വെക്കാനല്ലേ, വീട്ടിൽ പോയിട്ട് എടുത്തോ, അവന് ഇഷ്ടമുള്ളല്ലേ. ओके वो दे दो भाई, वो नहीं है, वो दूसरे कलर है ना, ब्लू 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 दे दो. लेकिन बैटरी इतना डील हाँ मुश्किल है मुश्किल. दूसरा ग्रीन നല്ല രസം ഉണ്ട് നോക്കിയേ. ആ അല്ലേ? വ്യത്യാസം ഉണ്ടല്ലേ? എന്താ സിംബ? സിംബ മറ്റേ കുക്കിങ്ങിന്റെ സെറ്റ് വാങ്ങിച്ചാ? പിള്ളേരല്ലേ വാങ്ങിക്കട്ടെ? ഇത് ചെറുതാന്നോ? ഇത് ഹെവി ഡ്യൂട്ടി അല്ലാന്നോണ്ടല്ലേ? ഇത് ലൈറ്റ് ഇല്ലാത്ത ടൈപ്പാ. ഇത് നല്ലതല്ലേ, പണിയാവില്ലല്ലോ ഈ ട്രോളിയില്ലേ ചോ? ഏതാ വേണ്ട പിന്നെ? ഗ്രീന് ഒരു രസല്ലേ? സിംബ ഇനി മതിട്ടാ പോവാ. അതേ അപ്പുറത്തേക്ക്. ഏയ് ഇത് ഇതല്ലേ, വേറെ സാധനം. ഇത് വേറെ സാധനം. കിക്ക് സോക്കർ ഇതെന്താ സാധനം പറയാ? നിങ്ങക്ക് ബില്ലേ ഇവിടെ? ഓക്കെ പോവാ സിംബ. നിങ്ങക്ക് വാ വാ, നിങ്ങക്ക് കയറി ഇരിക്കണേല് വാ വാ. സിംബ വാ, കേറിക്കോ കേറിക്കോ. ഇങ്ങോട്ടല്ലേ ഇങ്ങോട്ടല്ലേ വാ. പിന്നെ ഒരാളൊക്കെ ഇരിക്കുന്നു. നടന്നോ നടന്നോ നടന്നോ, ഞാൻ തള്ളിത്തരാം. വീഡിയോ പോറാവോ? ഇല്ലല്ലേ? ബാറ്ററി വീട്ടിലുണ്ട്. ഞാനൊരു മിനിറ്റ് കേട്ടോ. ഇതല്ല കുഴപ്പമില്ലല്ലോ, വെറുതെ മതിയില്ലേ? ഫേസ് ഓക്കെ ഓക്കെ ഓക്കെ. ഇത് മതി ഇത് മതി. ഞങ്ങൾ ചെറിയൊരു പർച്ചേസ് ഒക്കെ നടത്തി. അതിന്റെ ക്യാഷ് കൗണ്ടിൽ ബില്ലടിക്കാൻ നിൽക്കണേ. വീക്ക്ലി പർച്ചേസ് അല്ല, ഇടയ്ക്ക് അതിന്റെ ഇടയിൽ കൂടെ ഒരു ചെറിയൊരു പർച്ചേസ് നടത്താറുണ്ട്. ആ സംഭവമാണ്. നമ്മളെവിടെ പോയി സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അവസാനം ലുലുവില് വന്നിട്ട് സാധനം വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എല്ലാ സാധനങ്ങളും ഞാൻ കൂടുതൽ സാധനങ്ങൾ ലുലു തന്നെ പർച്ചേസ് ചെയ്യാറ്. അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അതൊന്ന് വേറെ തന്നെയാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും പ്രൈസിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൊണ്ടും മെച്ചം ലുലു എന്ന് പർച്ചേസ് ചെയ്യാനാണ്. അത് അല്ലേ? അത് ശരിയായൊരു കാര്യമാണ്. പോവാം.
അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറഞ്ഞു. ഗുഡ് നൈറ്റ്.